വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് എന്നോട് പറഞ്ഞു, അങ്ങനെ വിട്ടുപോകണ്ട, ഒരു കോളം ചെയ്യണം, എഡിറ്റ് പേരിൽ ഒരു കോളം എഴുതണം പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയെന്ന്. അങ്ങനെ ഈ കോളമിസ്റ്റായിട്ട് ഞാൻ തുടങ്ങിയത് കേരളത്തിൽ തന്നെയാണ്. അതിൻ്റെ ഒരു 6 കൊല്ലം 6-8 കൊല്ലം കേരളത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്വരം നന്നായിരിക്കും പാട്ട് നിർത്തുക എന്ന് പറയുന്ന പോലെ എനിക്കൊരു ഘട്ടം വന്നപ്പോൾ പുതിയ തലമുറകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ABC അറിയാത്തവരാണ് എൻ്റെ ലേഖനം എടുത്ത് എഡിറ്റ് ചെയ്യുന്നത്. എനിക്കത് ഇഷ്ടപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ അവസ്ഥ വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു, നമുക്ക് ഇലക്ഷൻ വരെയാണ്, അതുകൊണ്ട് ഇല്ല ആ പേജ് വേണം, പിന്നെ ആകാതെ എനിക്ക് രോഗം മനസ്സിലായി, ഞാനവിടെ ഇരുന്ന് ശീലിച്ചതല്ലേ. അത് കഴിഞ്ഞാണ് കേരള ശബ്ദത്തിൽ കൊല്ലത്തിനിറങ്ങുന്ന കേരള ശബ്ദ മേഖലയിൽ അവരാവശ്യപ്പെട്ടനുസരിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഇപ്പോഴും കേരള ശബ്ദത്തിൽ എഴുതുന്നുണ്ട്, ഒരു കോളം ചെയ്യുന്നുണ്ട്, എല്ലാ ആഴ്ചയും ഓരോ ലേഖനം കൊടുക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സ്റ്റോറി തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ സോഷ്യലായിട്ടുള്ള പ്രോബ്ലം വരുമ്പോൾ അതിനെപ്പറ്റി എഴുതാറുണ്ട്. അതൊരു 2006 മുതൽ ഇന്ന് വരെ എല്ലാ ആഴ്ചയും അവർക്ക് ഓരോ സ്റ്റോറി കൊടുക്കുന്നുണ്ട്. അവർ വളരെ നല്ല മാന്യമായ രീതിയിൽ പിന്നെ സാമ്പത്തികമായിട്ടും അല്ലാതെയും എന്നോട് പെരുമാറുന്നുണ്ട്. ഈ പത്രപ്രവർത്തക യൂണിയൻ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രവർത്തനങ്ങൾ? ഇല്ല, ഞാൻ പത്രപ്രവർത്തക യൂണിയനായിട്ട് ഞാൻ ആക്റ്റീവായിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിലൊരു മെമ്പറൊക്കെ ഫസ്റ്റ് ക്ലബ് പ്രസിഡൻ്റായിരുന്നു ഒരു ഇയർ, 83-84 പ്രസിഡൻ്റായിരുന്നു ആ ഘട്ടത്തിലുള്ള. പിന്നെ അതിന് മുമ്പ് ഒരു തവണ പിന്നെ മാനേജിങ് കമ്പനിയിലായിരുന്നു, ട്രഷറായിരുന്നു. അങ്ങനെയുണ്ടല്ലേ, യൂണിയനകത്ത് എനിക്ക് ആക്റ്റീവായിട്ട് ഞാൻ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പുതുതായിട്ട് കടന്നു വരുന്ന മാധ്യമപ്രവർത്തകർക്ക് താങ്കളുടെ പഴയകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? സന്ദേശം ഞാൻ ഈ പറഞ്ഞതിനകത്ത് തന്നെ സന്ദേശമുണ്ട്, അവർ ശ്രദ്ധിച്ചിരിക്കുമെങ്കിൽ അതിന് സന്ദേശമുണ്ട്. ഒരു നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പത്രലേഖകൻ, അത് ദൃശ്യമാധ്യമത്തിലായാലും ശരി അച്ചടി മാധ്യമത്തിലായാലും ശരി, അവിടെ ഇരുന്ന് നിയമസഭാ നടപടികൾ മുഴുവൻ വൃത്തശുദ്ധമായി ഇരുന്ന് കേൾക്കാമെങ്കിൽ നിയമസഭ എന്താണെന്നുള്ളത്, അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു റിപ്പോർട്ട് വാർത്ത ഉണ്ടാക്കാൻ നിയമസഭയാണെന്ന് നമുക്ക് പുറത്ത് വാർത്ത കിട്ടും. അപ്പം നിയമസഭയ്ക്കകത്ത് വാർത്ത ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിയമസഭയുടെ പ്രവർത്തനം എന്താണ്, അതിൻ്റെ ചട്ടങ്ങൾ എന്താണ്, അതിൽ നിയമസഭ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്, അതിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അത് വാർത്തയാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചോദ്യോത്തര വേളയിൽ ഉപചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനകത്തായിരിക്കും വാർത്തകൾ വരുന്നത്. അത് ശ്രദ്ധിച്ചിരുന്നാലേ അത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ അവർ ആയാലും ശരി, മറ്റേത് സന്ദർഭങ്ങളായാലും അവിടെ ഇരുന്ന് അത് ശ്രദ്ധിച്ചാലേ നമുക്ക് അതിന് വാർത്ത കിട്ടാനൊക്കെ ഉണ്ട്. അതൊന്ന്. പിന്നെ ഈ ക്രോസ് ചെക്കിങ്, ഒരു വാർത്ത നമ്മൾ അന്വേഷിച്ച് വരുന്നവരുണ്ട്, അത് സദുദ്ദേശത്തിൽ വരുന്നവരുണ്ട്, അത് മുതലെടുക്കാൻ വരുന്നവരുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അവൻ നമ്മെക്കൊണ്ട് മുതലെടുക്കുന്നതാണോ, നമ്മളെ വിലക്കെടുക്കാൻ വന്നതാണോ, അതായത് ആദ്യം നമ്മൾ അറിയണം. നമ്മൾ അവരെ വിലക്കെടുക്കുക, അത് വേറെ കാര്യം, വാർത്ത ഉണ്ടാക്കാൻ. അപ്പോൾ വാർത്തകൾ ഇങ്ങോട്ട് വരും. വരുന്ന വാർത്ത ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. അല്ലാതെ എടുത്തടിച്ച് കഴിഞ്ഞാൽ അത് നാളെ നാളെ തെറ്റിപ്പോയാൽ ക്ഷീണമല്ലേ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വാർത്ത വരുന്നതും വാർത്ത കൊടുക്കുന്നതും വാർത്തയാണ്, വാർത്ത നിഷേധിക്കുന്ന വാർത്തയാണ്, ആ രീതിയിലാണ് പോകുന്നത്. അത് ശരിയല്ല. അതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷം നമ്മുടെ ലേഖകൻ്റെ വിശ്വസനീയത പോകും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വിശ്വസനീയത പോകും. അത് ഇന്നത് കൊടുത്തതല്ലേ, അല്ലെങ്കിൽ ഇന്ന വാർത്ത വന്നില്ലേ എന്ന് പറയും. അതുകൊണ്ട് ക്രോസ് ചെക്കിങ് ലേഖകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന വാർത്തകൾ ശരിയോ തെറ്റോ എന്നുള്ളത്. അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്, ധൃതി പിടിക്കരുത്. ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു പോരായ്മ, കിട്ടുന്ന വാർത്ത അപ്പം അടിക്കുകയാണ്. അതൊരു ഞങ്ങളാണിത് ആദ്യം കൊടുത്തത് എന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. പിന്നെ പറയും ഇന്ന ചാനലിന് ഞങ്ങൾക്ക് ഇന്ന അതിൻ്റെ കോപ്പി കിട്ടി, ഇന്ന ആളുടെ മൊഴി ഞങ്ങൾക്ക് കിട്ടി. ഇത് കിട്ടാതെ നമുക്ക് കൊടുക്കാൻ നോക്കുമോ? ഒരു സാധനം കൈ കിട്ടാതെ അത് വാർത്തയെ കൊടുക്കാൻ നോക്കുമോ? അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. സാർ, മനസ്സിന് വിഷമമുണ്ടാക്കിയിട്ടുള്ള ചില വാർത്തകളും താങ്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്നൊന്ന് സൂചിപ്പിച്ചാൽ. മനസ്സിനെ വിഷമമുണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും വിഷമമുണ്ടാക്കിയിട്ടുള്ളൊരു വാർത്ത എനിക്ക് നിയമസഭയിലാണ് ഉണ്ടായത്. അതായത് അച്യുതൻ മന്ത്രിസഭയുടെ രണ്ടാമത്തെ മന്ത്രിസഭയുടെ കാലം 70-76. അന്ന് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയ്ക്കായിരുന്നു.
അത് കഴിഞ്ഞ് ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസും കൂടെ ചേർന്ന മന്ത്രിസഭ പൂർണ്ണമാക്കുന്നു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന KT ജോർജാണ്, ചെറുപ്പക്കാർ KT ജോർജ് പറഞ്ഞാണ്. വളരെ നല്ലൊരു മെമ്പർ, നല്ലൊരു പ്രവർത്തകൻ, ഒരു ആഭിജാത്യമുള്ള കുലീനതയുള്ള പ്രവർത്തകൻ. എല്ലാവരോടും നല്ല സൗഹൃദമാണ്. ഈ സ്വന്തം പാർട്ടിപ്പെട്ടവർ മാത്രമല്ല പ്രതിപക്ഷത്തുള്ള പോലും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. അത്ര നല്ലൊരു പെരുമാറ്റമാണ്. കാര്യങ്ങൾ ശരിയായിട്ട് പഠിക്കും, അവതരിപ്പിക്കും, നല്ല പെരുമാറ്റമാണ്. അപ്പോൾ അന്ന് ഈ 0 ഓവറിലാണ് ഞങ്ങളൊക്കെ ഇറങ്ങി ചായ കുടിക്കാൻ പോകുന്നത്, ക്യാൻറ്റീൻ ചായ കുടിക്കാൻ പോകുന്നത്. ലഘുഭക്ഷണത്തിനൊക്കെ പോകുന്നപ്പോഴാണ് മിനിസ്റ്റേഴ്സ് എല്ലാവരും പോകും. അങ്ങനെ ഒരു ദിവസം അന്ന് ഞാനും ഹിന്ദുവിലെ കറസ്പോണ്ടായിരുന്നു കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്, നോ മോറിന് ഇപ്പം ഇല്ല. ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സഭയുടെ പുറത്തൊരു വലിയ നടത്തളമുണ്ട്, ഒരു തളമുണ്ട്, പുറം തളമുണ്ട്. അവിടെ എല്ലാവരും ഈ ചായ കുടിച്ചിട്ട് വന്ന് നിന്ന് സ്വറ പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഈ KT ജോർജ് സീറ്റൊക്കെ വലിച്ച് MLA-മാരൊക്കെ കൊണ്ട് ഒന്ന് തമാശം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ട് ചായ പാനം കഴിഞ്ഞ് വരിക അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഞങ്ങളവിടെ കൂടി, എൻ്റെ കൂടെ കൂടി ഇതിനെ കുറേയൊക്കെ സംസാരിച്ച് കൊണ്ടിരുന്നപ്പോൾ അപ്പം ഈ 0 ഓവർ തീരാറായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനൊരു ബില്ല് അവതരിപ്പിക്കാറുണ്ട്, ഒരു ധനകാര്യ ബില്ല് അവതരിപ്പിക്കുക. അത് ഞാൻ അറിയാം, നമ്മുടെ അതിൻ്റെ ഉള്ളതാണ്. അപ്പോൾ ആ സമയം ഒരു 5 മിനിറ്റുള്ളപ്പോൾ ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ നമുക്ക് പോകാൻ സമയമായി. ഇങ്ങനെ അസംബ്ലി ചൂണ്ടിക്കാണിച്ച് ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ പോകാൻ സമയമായി, നീ 5 മിനിറ്റ് എന്തേ ഉള്ളൂ. ഉടനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വാച്ചിൽ നോക്കിയിട്ട്, ഓ അതെ പോകാൻ സമയമായി, ഞാൻ ഈ അവസാനത്ത് വലിവെടുത്ത് വലിച്ചോട്ടെ എന്ന് പറഞ്ഞ് 2 വലി വലിച്ചിട്ട് ദൂരെ എറിഞ്ഞു, കൈ കാണിച്ച് അങ്ങ് പോയി. ഞങ്ങൾ ഇപ്പുറം കയറി. ഞങ്ങൾ ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ 0 ഓവർ തീരുന്നു. സ്പീക്കർ KT ജോർജ്, ധനകാര്യമന്ത്രിയെ KT ജോർജിനെ 1973 ഈ സംഭവം ഉണ്ടാകുന്നത്. 23 ഏപ്രിൽ 3 സ്പീക്കർ ഇദ്ദേഹത്തിനെ വിളിക്കുന്നു, മന്ത്രി KT ജോർജ് ബില്ല് അവതരിപ്പിക്കാൻ വിളിക്കുന്നു. അദ്ദേഹം എണീറ്റ് നിന്ന് ബില്ല് അവതരിപ്പിച്ചിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചൊരു 5 മിനിറ്റ് ആയപ്പോൾ ശബ്ദം നിലയ്ക്കുന്നു. നിലച്ചിട്ട് ഞങ്ങൾ നോക്കുമ്പോഴേ ഈ മനുഷ്യൻ ആ ഡെസ്കിൻ്റെ പുറത്തൂടെ കമന്ന് വീഴുകയാണ്. അപ്പോൾ തന്നെ ബഹളമായില്ലായിരുന്നു. നോക്കി അപ്പം ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു, അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, പിന്നെ സെറിബ്രൽ ഹെമറേജാണ്, വേഗം അഡ്മിറ്റ് പറഞ്ഞു. അപ്പോൾ ഓർമ്മയുണ്ടായിരുന്നു. അപ്പം തന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. 2 മണിക്ക് മരിക്കുന്നു. അപ്പോൾ എന്നെ ഇത് വേദനിപ്പിച്ചെന്ന് പറയാൻ, മിസ്റ്റർ പോകാൻ സമയമായി എന്ന് പറഞ്ഞു. അതെ സമയമായി, പോകാൻ സമയമായി, അവസാനത്തെ വലിയ വലിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ പോകുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആണ് ഓർമ്മിപ്പിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞതൊരു അറം പറ്റിപ്പോയോ എന്നൊരു തോന്നലെനിക്ക് ഉണ്ടായിരുന്നു. അത് എന്നെ വലിയ വേദനിപ്പിച്ചു. എൻ്റെ മനസ്സിന് ഇപ്പോഴും ഉണ്ട്, എനിക്ക് പറയുമ്പോൾ കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു സംഭവം എന്ന് പറയാൻ, വേദനിപ്പിച്ചതല്ല എന്നാലും ഒരു സംഭവിച്ചെന്നുള്ളൊരു അനുഭവം അന്നുണ്ടാകുന്നത്. പിന്നെ അത് അച്ചുവൻ മന്ത്രിസഭയുടെ ആദ്യത്തെ മന്ത്രിസഭ. ഈ സപ്തകക്ഷി മുന്നണിക്ക് തെറ്റിപ്പിരിഞ്ഞ് ഇദ്ദേഹം രാജ്യസഭ മെമ്പറായിരിക്കുമ്പോൾ ഇവിടെ വന്ന് മുഖ്യമന്ത്രിയായി. മറ്റേ മാർക്സിസ്റ്റ് പാർട്ടി അപ്പുറത്ത് പോയി പ്രതിപക്ഷത്താവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ എന്ത് ഗവൺമെൻറ്റിനെതിരായിട്ട് കിട്ടിയാലും അത് അടിക്കാനുള്ള വടിയായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസം അസംബ്ലിയിൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പുറത്തോട്ട് ഒരു പ്രകടനം നടന്നു, CPM-ൻ്റെ പ്രകടനം നടന്നു, ലാത്തി ചാർജ് നടന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷത്തു നിന്ന് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു മെമ്പർ എണീറ്റ് ഇത് ഉന്നയിക്കാൻ ശ്രമിച്ചു. നവരം പോറ്റിയാണ് സ്പീക്കർ. അപ്പോൾ സ്പീക്കർ അപ്പം വേറെ ഒരു ചർച്ച നടക്കുകയാണ്. സ്പീക്കർ പറഞ്ഞു, ഇത് പാടില്ല, ഇത് ക്രമപ്രശ്നം അല്ല, പിന്നെ ചട്ടവിരുദ്ധമാണ്, ഇങ്ങനെ ഉന്നയിക്കാൻ പാടില്ല, നിങ്ങൾ ഒന്നാമത് എനിക്ക് നോട്ടീസ് തരണം, നോട്ടീസ് കയറി ഉന്നയിക്കാനുള്ള വിഷയമല്ല എന്ന് അദ്ദേഹം സമ്മതിച്ചില്ല. സമ്മതിക്കായതിപ്പോൾ തന്നെ ഇവിടെയല്ല, പഴയ നിയമസഭയിലാണ്. ഈ മെമ്പർ ഒരു ഇത്രയേ ഉള്ളൂ, മൊയ്തീൻ എന്ന് പറയും അദ്ദേഹം കൊണ്ട് തന്നെ അങ്ങോട്ട് ഇടതായിലോട്ട് കയറിയിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടത്തലത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു മുദ്രാവാക്യം വിളിയും ഇതെല്ലാം ആദ്യമായിട്ടാണ് നിയമസഭയിൽ ഉണ്ടാകുന്നത്. ഇദ്ദേഹം അങ്ങോട്ട് നടത്തലത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ പ്രതിപക്ഷത്തു നിന്ന് ഒരു 5-6 മെമ്പർമാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഇവർ എണീറ്റ് നിന്ന് ബഹളമായി. ഈ ഇറങ്ങിയ മെമ്പർമാർ ആയതൊരു 5 പേര് നേരെ അധ്യക്ഷവേദി, സ്പീക്കറുടെ അധ്യക്ഷവേദി ചാടി കയറി അവിടെ ഇരുന്ന് സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു, മയക്ക് വലിച്ച് ഒടിക്കുന്നു, ടൈം പീസ് എടുത്ത് ദൂരെ നിലത്തടിക്കുന്നു, പേപ്പർ വെയിറ്റ് എടുത്ത് ദൂരെ എറിയുന്നു. ഓരോ ബഹളമായിരുന്നു. അപ്പോൾ സ്പീക്കർക്ക് തന്നെ ഇത്, അപ്പോൾ എല്ലാ സഭയൊക്കെ സ്തംഭിച്ചു പോയി. ഇങ്ങനെ സംഭവം അതുവരെ ഉണ്ടാകാത്ത സംഭവം, ഒരിക്കലും എന്തെങ്കിലും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത സംഭവം, ഇങ്ങനെ ഒരു പരിപാടി. സ്പീക്കറുടെ അധ്യക്ഷവേദി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നിയമസഭ, അതിൻ്റെയും ശ്രീകോവിലാണ് അധ്യക്ഷവേദി. അവിടെ കയറി ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുമെന്നോ ആർക്കും പ്രതീക്ഷിക്കാവില്ല. അത് ഹോൾ സഭ നമ്മൾ സ്പെൽ ബൗണ്ടായെന്ന് പറയില്ല, അതുപോലെ ഇരുന്ന് പോയി. സന്ദർശക ഗാലറി, ഉദ്യോഗസ്ഥ ഗാലറി, പിന്നെ സഭ ഒഴിഞ്ഞ് അന്തം വിട്ടിരിക്കും. പിൻ ഡ്രോപ്പ് സൈഡിലിരിക്കുകയാണ്. ഈ ബഹളമൊക്കെ ആയി. അപ്പോൾ ആ സ്പീക്കർ അങ്ങേർക്ക് തന്നെ അങ്ങനെ പേർത്ത് അടി വീഴുമെന്ന് സംശയമായിരിക്കും. അങ്ങനെ എണീറ്റങ്ങ് ഓടിയായിരുന്നു.
പോകണ പോയി ക്യാബർ തൊട്ടുമ്പോഴൊക്കെയാണ് ഇന്നത്തെ സഭ പിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആദ്യം പോയത് തന്നെ. ഇതാണ് ആദ്യത്തെ നിയമസഭാ അധ്യക്ഷ വേദിയിൽ കയറി ബഹളം ഉണ്ടാക്കിയ സംഭവം. എന്നിട്ട് അന്ന് 5 പേരെ സസ്പെൻഡ് ചെയ്തു. ഇമ്പിച്ചു അവ, ഈ മൊയ്തീൻ, പിന്നെ എ വി ആര്യൻ, EM ജോർജ്, പ്രഭാകര തട്ടാർ എന്ന 5 CP മെമ്പർമാരും. അപ്പോൾ ഈ നിയമസഭയുടെ അധ്യക്ഷ വേദിയിൽ കയറി പരാക്രമം നടത്തി ബഹളം കാക്കി തുടക്കം കുറിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരാണ്. അത് ചരിത്രമാണ്. അങ്ങനെയൊക്കെ പിന്നീട് ഇരുപക്ഷക്കാരും അതുപോലെ പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഈ തുടക്കം ഇതായിരുന്നു, ഇങ്ങനെയായിരുന്നു. പിന്നെ സഭയുടെ പുറന്തളത്തിൽ അടിയണമെന്ന് വെച്ചാൽ പിടിയും വലിയും ബഹളമായി. അത് പുരുഷോത്തമൻ 83 മറ്റുമാണ് സ്പീക്കറായിരിക്കുമ്പോഴാണ്. അന്നതിലെ സഭയിലെ ഈ ബഹളം അന്നേ ഈ ഇമ്മയിലുള്ള ബഹളങ്ങൾ തടസ്സപ്പെടുത്തലൊക്കെ ഉണ്ടായത്. അങ്ങനെ 4 പേരെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം സസ്പെൻഡ് ചെയ്തു. ഈ ഇന്നത്തെ MV രാഘവൻ, ഇപ്പുറത്തേക്ക് MV രാഘവനും കോഴിക്കോട് ബാലകൃഷ്ണൻ, പിന്നെ ഒരു മുസാങ്കുട്ടിയോ, അങ്ങനെ 4 പേര് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവർ പിറ്റേ ദിവസം കയറും എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് അതിനുള്ള അറേഞ്ച് ചെയ്യും. പോലീസ് ബന്ധപ്പെട്ടു. ഈ വെളിയിൽ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് പിന്നെ മഫ്റ്റിയിൽ അല്ല യൂണിഫോം നിൽക്കാൻ പാടില്ലെന്നാണല്ലോ കേട്ടോ. അതുകൊണ്ട് മഫ്റ്റി പോലീസിൽ ആ പുറന്തളത്തിൽ ആൾ തയ്യാറായി നിന്നുകൊണ്ട് തന്നെ മെമ്പേഴ്സ് വന്നുകൊണ്ട് അവർ മുദ്രാക്കി പിടിച്ചിട്ടാണ് വരുന്നത്. നിയമല കൊട്ടേഷൻ വന്ന് ഇവിടെ കയറി ഉടനെ തന്നെ ഇവരെ ഇങ്ങ് വളഞ്ഞു. ഈ സംശയമുള്ളവരെ ഇവർ 5 പേരെയും വളഞ്ഞ്. ഒരു ജോർജ് KJ ജോർജ് ഉണ്ടായിരുന്നു, നല്ല രാജാനുബാഹുവായിരുന്നു. അപ്പോൾ അതുപോലെ രാജാനുബാഹുവായ ഒരു സബ്ജക്റ്റ് ഇട്ടിട്ടുണ്ട്, മൂന്തൻ എന്ന് പറയും. ഇദ്ദേഹം ഇങ്ങനെ പൂട്ടിട്ട് പിടിച്ചാൽ നിർത്തി ഇദ്ദേഹം നിന്ന് പോയി. ഉടനെ അവിടെ പിടിയും വലിയൊക്കെയായി. കുറച്ച് പേര് അകത്ത് കയറി. അവിടെ അകത്ത് ബഹളമായി. ഈ ഗൗരിമേക്ക അന്ന് ചാടി കയറി ഡെസ്കിൽ നിന്നൊക്കെയാണ് ബഹളം വെച്ചത്. പുറത്ത് ബഹളം പിടിയും വലിയായി. അന്ന് കുറച്ച് ഇവിടെ K പങ്കജാക്ഷൻ, കോഴിക്കോട് കൃഷ്ണൻ നേർക്കൊക്കെ മുറിവേറ്റു, ഒരു കാശിൽ കൊണ്ട് അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസരം എനിക്കുണ്ടായി. എൻ്റെ മനസ്സിലിരിക്കുന്ന പ്രധാന സംഭവങ്ങൾ. അവസാനമായി പുതുതലമുറയിൽപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് നൽകാനുള്ള സന്ദേശം. പുതുതലമുറയ്ക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും സംസാരിച്ചിടത്ത് തന്നെ ആ സന്ദേശം അവർ ശ്രദ്ധിച്ചിരിക്കേണ്ട സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു വാർത്ത കൈ കിട്ടിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാർത്ത നമ്മൾ നല്ല വിശ്വസനീയമായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് വരും. ഈ വരുന്ന വാർത്തകൾ ശരിയാണോ, ഈ തന്ന ആൾ അയാൾക്ക് വേറെ സാവ്യ താല്പര്യങ്ങളുണ്ടോ, അത് സതുദ്ദേശം തന്നോ എന്ന് അറിയണമെങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഞങ്ങളുടെ ഭാഷ പോലെ ക്രോസ് ചെക്ക് ചെയ്യണം. നല്ല വഴികളുണ്ട്. ക്രോസ് ചെക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാർത്ത ശരിയായിരിക്കും. തെറ്റാടി കളയണം, എന്തെങ്കിലും വേണ്ടല്ലോ. വാർത്ത തെറ്റുന്നത് കൊടുക്കാതിരിക്കുന്നതിനേക്കാളും ദോഷമാണ്. ആ ഒരു ശീലം നമുക്ക് വേണം. ഇന്നത് വളരെ കുറയുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ അച്ചടി മാധ്യമങ്ങൾക്ക് വാർത്ത ഞങ്ങളാണ് ആദ്യം കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി കിട മത്സരമുണ്ട് ഇന്ന് ആ രംഗത്ത്. അതിനുവേണ്ടി കിട്ടുന്ന വാർത്ത എടുത്ത് കടിക്കും, ശരിയോ തെറ്റോ. പിന്നെ ഈ നിസ്സാരമായ കാര്യങ്ങളെ പെരുപ്പിച്ച് നാളെ ഇതൊരു വിവാദമാകുന്നു, നാളെ വിവാദമാകാതെ വരും. അപ്പോൾ ആ ഒരു പ്രവണത ശരിയല്ല. നമ്മൾ സത്യസന്ധമായ വാർത്ത ശരിയോ തെറ്റോ. നമ്മുടെ വാർത്ത കൊണ്ട് വ്യക്തിപരമായൊരു ദോഷം ഉണ്ടാകരുത്, വ്യക്തിഹത്യ നടക്കരുത് വാർത്ത കൊണ്ട്. ഇന്നിപ്പോൾ അതാണ് നടക്കുന്നത് അധികം. അത് പാടില്ല. ശരിയായ വാർത്തയാണെങ്കിൽ വ്യക്തിഹത്യ നടന്നോട്ടെ, കുഴപ്പമില്ല. ഇല്ലാത്തതാണെങ്കിൽ പിന്നെ നിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ ആ വാർത്ത പോകുന്നത്, അയാൾക്ക് ദോഷമുണ്ട്, ആ ദോഷം നടക്കണം. നന്ദി സർ.